ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ സ്റ്റിച്ചിങ് വീഡിയോ കുഞ്ഞു കുട്ടികൾക്കൊക്കെ വീട്ടിലിട്ട് കൊടുക്കാൻ പറ്റിയ ഈ സമ്മർ ടൈമിൽ വീട്ടിലിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു കുഞ്ഞു ഡ്രസ്സാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ക്ലോത്ത് എടുക്കാം. ആവശ്യത്തിനുള്ള നീളത്തിനും വീതിയിലും തുണി എടുത്തതിന് ശേഷം നാലായിട്ട് മടക്കിയിട്ട് കൊടുക്കുക. അതിനുശേഷം 2 ഇഞ്ച് ഇവിടെ ഞാൻ നെക്ക് വിഡ്ത്തും 3.5 ഇഞ്ച് ഷോൾഡർ വിഡ്ത്തും മാർക്ക് ചെയ്തിട്ടുണ്ട്. 4.5 ഇഞ്ച് ഞാൻ ഇവിടെ കൈക്കുഴിക്കായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് വണ്ണം 5.5 ഇഞ്ചാണ്, അതും എക്സ്ട്രാ 1 ഇഞ്ച് കൊടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഷേപ്പ് വരുന്നത് താഴോട്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് സൈഡിൽ 5 ഇഞ്ചും 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് 6 ഇഞ്ചായിട്ട് ഞാൻ മാർക്ക് ചെയ്ത്. എന്നിട്ട് ആ ഷേപ്പ് നമുക്ക് ഇതുപോലെ ഒരു കർവ് പോലെ കൊടുക്കാം. ബാക്കി ഇതുപോലെ ചരിച്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി കൈക്കുഴി ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം. അടുത്ത നെക്ക് നമുക്ക് വെട്ടിയെടുക്കാം. നെക്കിനായിട്ട് ഞാൻ 4 ഇഞ്ചാണ് ലെങ്ത് കൊടുത്തിരിക്കുന്നത്. 2 ഇഞ്ച് വിട്ട് കൊടുത്ത് നമുക്കിതുപോലെ കർവ് ചെയ്ത് 2 നെക്ക് ഒരുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇവിടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത് ലൈനിങ് ഒന്നും ഇടണില്ല, അല്ലാതെ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഇതുപോലെ നെക്കൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തതിന് ശേഷം ആ കർവ് പോലെ നമ്മൾ റൗണ്ട് നെക്കല്ലേ വെട്ടിയെടുത്ത് അതുപോലെ തന്നെ ഡബിൾ ഫോൾഡ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യാം. ഇതുപോലെ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ മറ്റേ നെക്കും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഫ്രണ്ടിലുള്ളതാണ്. അടുത്ത് ബാക്കിലുള്ള നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് അകം വശത്താണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്, തുണിയുടെ അകം വശത്ത്. ഇതുപോലെ 2 നെക്ക് ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. 2 തുണിയുടെയും നല്ല വശം അടുപ്പിച്ച് വെച്ചിട്ട് ചീത്ത വശത്ത് ഇതുപോലെ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. 2 ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കാം. നല്ല വശം ചേർത്ത് വെച്ച് വേണം ജോയിൻ ചെയ്യാനായിട്ട്. ഇതുപോലെ നമുക്ക് ജോയിൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ചെയ്തെടുക്കാം. സ്ലീവിനായിട്ട് ഇതുപോലെ നമ്മൾ നെക്ക് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തത് അതുപോലെ തന്നെ സ്ലീവും ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തെടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ സ്ലീവ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ആ കർവായിട്ട് തന്നെ നമുക്ക് ഡബിൾ ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരെണ്ണം ആയിട്ടുണ്ട്. മറ്റേ സ്ലീവും കൂടെ ഇങ്ങനെ ചെയ്തെടുക്കാം. അതിനുശേഷം തുണി ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം 2 സൈഡും നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിരുന്ന ആ ലൈനിൽ കൂടെ തന്നെ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ സ്റ്റിച്ചിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സഞ്ജുക്കുട്ടൻ. അവൻ ആ ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ട് എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഇതുപോലത്തെ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.